CMRL എക്സാലോജി കരാറിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. കോൺഗ്രസ് MLA മാത്യു കുഴൽനാടൻ നൽകിയ ഹർജിയാണ് ജസ്റ്റിസ് കെ ബാബു അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചിന്റെ പരിഗണനയിലുള്ളത്. മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണ വിജയനും സംസ്ഥാന സർക്കാരും കേസിൽ ഇന്ന് വാദം അറിയിച്ചേക്കും. കേസിൽ വിജിലൻസ് അന്വേഷണം ആവശ്യമില്ലെന്നായിരുന്നു തിരുവനന്തപുരം വിജിലൻസ് കോടതിയുടെ വിധി. വിധിയിൽ പിഴവുണ്ടെന്നും വസ്തുതകളും തെളിവുകളും പരിശോധിക്കാതെയാണ് മജിസ്ട്രേറ്റ് കോടതിയുടെ തീരുമാനമെന്നാണ് മാത്യു കുഴൽനാടന്റെ വാദം. വിജിലൻസ് കോടതിയുടെ നടപടിക്രമങ്ങളിലും തീരുമാനത്തിലും പറ്റി പിണറായി വിജയനെതിരെ അഴിമതി നിരോധന നിയമപ്രകാരം കേസെടുക്കണം. വിജിലൻസ് കോടതി ജഡ്ജി നിയമത്തിന്റെ ഭാഷയ്ക്കപ്പുറം വ്യതിചലിച്ചു. ഇത് ക്രിമിനൽ നടപടിക്രമത്തിന് വിരുദ്ധമാണെന്നും വിജിലൻസ് കോടതി ഉത്തരവ് റദ്ദാക്കണമെന്നുമാണ് റിവിഷൻ ഹർജിയിലെ ആവശ്യം. മാത്യു കുഴൽനാടൻ ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിവിഷൻ ഹർജിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും എക്സാലോജി കമ്പനി ഉടമയുമായ വീണ വിജയനും ഹൈക്കോടതി നോട്ടീസ് അയച്ചിരുന്നു. മാത്യു കുഴൽനാടന് പുറമെ പൊതുപ്രവർത്തകൻ G. ഗിരീഷ് ബാബുവിന്റെ ഹർജിയും പരിഗണനയിലുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, മകൾ വീണ, UDF നേതാക്കളായ രമേശ് ചെന്നിത്തല, VK ഇബ്രാഹിം കുഞ്ഞ്, PK കുഞ്ഞാലിക്കുട്ടി എന്നിവർക്കെതിരെ വിജിലൻസ് അന്വേഷണം വേണമെന്നാണ് G. ഗിരീഷ് ബാബുവിന്റെ ഹർജിയിലെ ആവശ്യം. പിണറായി വിജയനും വീണ വിജയനുമെതിരെയാണ് മാത്യു കുഴൽനാടൻ അന്വേഷണം ആവശ്യപ്പെട്ടത്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.